ഹേ ഗൈസ്, വണ്ടർസ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ ചാനലിൽ. കാരണം പുതിയ മെമ്പേഴ്സ് ആരും ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഞാനൊരു 2 വർഷം മുന്നേ എല്ലാം ഇതേപോലെ ഇരുന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും കുറേ ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പം എൻ്റെ പേര് വിഷ്ണു എന്നാണ്. പലർക്കും അത് അറിയില്ല, വണ്ടർസ്റ്റോറിൽ നിന്ന് കേട്ട്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്ഥലം കണ്ണൂരാണ് വരുന്നത്, കൂത്തുപറമ്പ് മാനന്തവാടിയാണ് വരുന്നത്. ഇപ്പം 1,80,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് യൂട്യൂബിലായി. ഞാൻ 1,00,000 ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂട്യൂബിൽ 1,80,000 സംതിങ് ആയി. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് 1,52,000 ഫോളോവേഴ്സായി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തീരെ പ്രിപ്പയർഡ് അല്ല. ഒന്ന് എടുക്കണം തോന്നി. ഇപ്പം സമയം ഏകദേശം 12:45 രാത്രി. അപ്പോൾ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഈ ലൈറ്റ് കുറച്ച് കഴിഞ്ഞ് ഓഫ് ആവും, എന്നാലും ഞാൻ ഓൺ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു പോവാം എന്നെക്കുറിച്ചിട്ട്. ഇതിലാണ് ഒരു 3 വർഷം മുന്നേ, ഏപ്രിൽ മാസമായിരുന്നു തോന്നുന്നു, ഞാൻ എൻ്റെ ക്യാമറ വാങ്ങിച്ചത്. ആ സമയത്താണ് നിങ്ങൾ കാണുന്ന ഈ സ്ട്രീറ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് 2 കൊല്ലം അല്ലെ ഒരു 1.5 കൊല്ലം ബാക്കിലുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ വ്ളോഗിങ് ആയിരുന്നു മെയിനായിട്ട്. എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് Canon 200D Mark II ആണ്. ആ വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം നാട്ടിലെ പിള്ളേരെല്ലാം ചേർന്ന് നമ്മൾ പെർളശ്ശേരി അമ്പലത്തിൽ പോയിട്ടാണ് വ്ളോഗ് സംഭവം സെറ്റാക്കിയത്. ഇതിലേക്ക് എത്തിയത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഫീൽഡിലേക്ക് എത്തിയതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഫോണിൽ നിന്നല്ല ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ഇതായിരുന്നു. ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ പോയി. അപ്പം അവിടുന്ന് വർക്ക് ശരിക്കും മടുത്ത്. കൊറോണയ്ക്ക് കുറച്ച് മുന്നേ ആയിരുന്നു. നല്ല രീതിയിൽ മടുപ്പ് വന്നു. രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാലോ, ഓഫീസിൽ പോകുന്നു, രാത്രി തിരിച്ചു വരുന്നു. വൈകുന്നേരം ഞാൻ രാത്രിയാവും, ബാംഗ്ലൂരായിരുന്നു, കുറച്ച് ദൂരം കൂടുതലുണ്ട്. രാത്രിയാവും റൂമിലെത്തി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്ന റിപ്പീറ്റ്. സൺഡേ ഒഴികെ ബാക്കി ഫുള്ള് വർക്കിങ്. ഞാനിത് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത് കാണാൻ പറ്റുന്ന ആൾ ഫുള്ളായിട്ട് കാണുക. എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇത് അറിയാനാണ്. കുറേയൊക്കെ എൻ്റെ ഫേസ് പോലും അറിയില്ല. അപ്പോൾ അതാണ്, ബോറടി ചിലവ് ഉണ്ടായേക്കാം, കാണാൻ താല്പര്യമില്ല ആൾ ഫുള്ള് കാണാം. അപ്പോൾ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മടുത്ത്. അപ്പോൾ ആ സമയത്ത് മാലാഖേനെ പോലെ കൊറോണ വന്ന്. ഒരിക്കലും കൊറോണയെ സപ്പോർട്ട് ചെയ്ത് മാലാഖ എന്ന് പറയുന്നില്ല, എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്. പല ആൾക്കും പല കരിയർ ഷിഫ്റ്റ് ആയത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ കൊറോണ വന്ന് ഞാൻ നാട്ടിൽ വന്ന് ലോക്ക്ഡൗണെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ക്യാമറ വേണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കൊറോണ സമയത്ത് ചെറിയ ബിസിനസ്സും കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ നല്ല കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായി. ആ പ്രോഫിറ്റിൻ്റെ ചെറിയ ഷെയർ കുറച്ച് ഭാഗം ഞാനെടുത്ത് ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ബാക്കി വീട്ടുകാരെ പൈസയും കൂടി ഉണ്ട് അതുവരെ. അതിൽ ബാക്കി കുറച്ച് ഞാൻ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, ക്രിപ്റ്റോ കറൻസി. അതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ വീഡിയോസ് നോക്കി കാണാം. ഷിബ് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതവിടെ വെക്കട്ടെ. അങ്ങനെ ക്യാമറ വാങ്ങിക്കുക എന്ന് വെച്ചാൽ കൊറോണ എൻഡ് ചെയ്യുന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഞാൻ അവരെ കണ്ണൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് എനിക്ക് ക്യാമറ പെട്ടെന്ന് തന്നെ വേണം, എപ്പോഴാണ് നിങ്ങൾ ഓപ്പൺ ആവും? അപ്പം അവർ പറഞ്ഞ് ഒരു ഡേറ്റ് പറഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഈ സമയത്ത് ഓപ്പൺ ആവും എന്നുള്ളത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അവരുടെ ഡേറ്റ് പറഞ്ഞ് ഞാൻ ആ ദിവസം കൊറോണ എൻ്റെ ഇത് ഓപ്പൺ ആയ ദിവസം തന്നെ പോയി ക്യാമറ വാങ്ങിച്ച്. ഫസ്റ്റ് ടൈം ആണ് ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പം അറിയണത് കിറ്റ് ലെൻസ് ആണ് കയ്യിലുള്ളത്. ക്യാമറ ഒപ്പം കിട്ടിയ ആ സമയത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 15mm ലെൻസ് വെച്ചിട്ടാണ് 1.8. ആ സമയത്ത് കിറ്റ് ലെൻസ് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം ആസ് യൂഷ്വൽ നാട്ടിലെ ഫ്രണ്ട്സിനെ വെച്ച് കുറേ ഫോട്ടോസ് എടുത്ത്. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ഇങ്ങനെ ഫ്രണ്ട്സിനെ വെച്ച് എടുക്കുമ്പോൾ കൂടുതൽ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി, ചിലപ്പോൾ അറിയായിരിക്കും, സൈബർ ചാത്തൻ ടെക് ക്രിയേറ്ററാണ്. അവനെ ഫസ്റ്റ് ടൈം അവനെയും കൂട്ടി അവനെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് നേരെ നമ്മൾ തലശ്ശേരി പോയി. എനിക്ക് ഇവിടുന്ന് തലശ്ശേരി അടുത്താണ്. അപ്പോൾ തലശ്ശേരി കടൽപ്പാലത്ത് പോയി. അവിടെയുള്ള ആൾക്കാർ ആദ്യം ഞാൻ എന്താണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് ചോദിക്കാണ്ട് ഒരാളെ ഫോട്ടോ എടുക്കുന്നതാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. നമ്മൾ സ്ട്രീറ്റിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ജസ്റ്റ് നമ്മൾ പോയി അവരറിയാണ്ട് ഫോട്ടോ എടുത്ത് എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. അതാണല്ലോ നമ്മളൊരു ഹാപ്പിനെസ്. അപ്പം നല്ല ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ സ്ട്രീറ്റിലോട്ട് കടന്നു പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് അത് എടുക്കാൻ നമുക്കൊരു ഇതുണ്ടാവും. എടുക്കുന്ന മാത്രമല്ല, അതിനൊരു എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആ സമയത്ത് ഈ വീഡിയോ എടുക്കണം, ഇങ്ങനെ ഇടണം എന്നുള്ള ഒരു മൈൻഡും ഇല്ല. ഞാൻ വേറെ ആരെയും കണ്ടു കേരളത്തിൽ ആ സമയത്ത് വേറെ ആരും ഇല്ല. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, അതായത് സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒബ്ജക്റ്റിനെ ആൾക്കാർ എല്ലാണ്ട് എടുക്കുന്നത്, ഷോപ്പും കാര്യങ്ങളിലും എടുക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പം
ഞാൻ ആൾക്കാരോട് പിന്നെ ചോദിച്ചിട്ട് എടുക്കാൻ തുടങ്ങി. തലശ്ശേരി കടൽപ്പാല അവിടെ അധികം പോകും, വീക്കിലി വൺസ് പോയി, ഒരു വീക്കെൻഡ് പോയി ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കുറേ ആൾക്കാർ എസ് പറഞ്ഞു. ആ സമയത്ത് ആർക്കും അറിയില്ല. അപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ 2022 2 വർഷം മുന്നേ, 2-2.5 വർഷം മുന്നേ ആയിരിക്കും, 2022 ആ ഒരു സമയത്തായിരിക്കും അവരോട് ചോദിച്ചെടുത്ത്. അപ്പോൾ ഞാൻ കുറേ അവരോട് ചോദിച്ച് അവർ എസ് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു ഫ്രണ്ടിനെ കൂട്ടി പോയി. അപ്പോൾ അവൻ ചോദിച്ചാൽ എന്തായാലും നീ ഫോട്ടോ എടുക്കുന്നത്, ഈ അവരോട് പൈസ ചോദിക്കും, മീൻസ് പൈസ ആയിട്ട് ചോദിക്കണം, ഈ എത്രയാണോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അവനിങ്ങനെ പറഞ്ഞു, എടാ നീ പൈസ ചോദിക്ക്. അപ്പോൾ ഞാനെടാ പൈസ ചോദിച്ചിട്ട് ഇപ്പോൾ ആരും തരാൻ പോകുന്നില്ല, പൈസക്ക് വേണ്ടിയിട്ടല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഫോട്ടോ എടുത്ത് തരാം, പക്ഷേ നിങ്ങൾ എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് തരണ്ട, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ അത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള മൈൻഡിലാണ് ചോദിച്ചത്, അല്ലാണ്ട് ഈ പൈസ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവർ പറഞ്ഞു, കുറേ ആൾക്കാർ ആരും പൈസ ഒന്നുമില്ല പറഞ്ഞ് താല്പര്യമില്ല, ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല, ഇഷ്ടംപോലെ അതുവരെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ പൈസേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് തോന്നി ഇത് നമ്മളെ ഇവിടെ നടക്കൂല, പൈസ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, നമുക്ക് പൈസ ഇല്ലല്ലോ, അത് ഞാൻ അവിടെ വിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കും. അങ്ങനെ കരിയർ ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ IT ഫീൽഡിലായിരുന്നു, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് സൈഡിലായിരുന്നു. അത് ഫുള്ളായിട്ടും അടുത്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് മെല്ലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത്. അപ്പം അത് കഴിഞ്ഞ് ഒന്ന് ക്യാമറയിലെടുത്ത് വ്ളോഗിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. ശരിക്കും വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഒരു പഴയ വീടുണ്ട്, അവിടുന്ന് വീഡിയോസ് എല്ലാം എടുത്ത്. ഈ എല്ലാ വീഡിയോസും യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ എത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ല, നല്ല ലെങ്ത് ഉണ്ടാവും. ഓക്കെ, എനിവേ അപ്പം അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, കട്ടക്ക് കേൾക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ വൺ ട്രാക്ക് സ്റ്റോറി. ഞാൻ ഒറ്റൊരാളായിട്ടല്ല തുടങ്ങിയത്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഗ്യാങ്, എൻ്റെ കൂടെ പഠിച്ചവരായാലും എൻ്റെ നാട്ടിലുള്ളവരായാലും ഫാമിലി ആയാലും എല്ലാവരും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണും. വെറും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ മാത്രമല്ലായിരുന്നു, വ്ളോഗിങ് ആണ് എൻ്റെ മെയിൻ. അതാണ് അതിനോടാണ് എനിക്ക് പാഷൻ. ഈ ഫോട്ടോഗ്രാഫി പാഷനാണ്, പക്ഷെ വ്ളോഗിങ്ങും കാര്യങ്ങളും അതാണ് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല. അപ്പം അത് കഴിഞ്ഞ് നേരെ കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റായി. അവിടെ നിന്നാണ് ശരിക്ക് സ്ട്രീറ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ളത് മൈൻഡിൽ വന്നത്. കാരണം കോഴിക്കോട് എത്തിയാലും ഫുള്ളൊരു മാറ്റം. ബാംഗ്ലൂരിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ ആർക്കും ഒന്നിനും സമയമില്ല, ഓടൽ മീൻസ് രാവിലെ എഴുന്നേക്കുന്നത്, പോകുന്നു, ഓഫീസ്, സ്ട്രെസ്, അങ്ങനത്തെ ഒരു ലൈഫ്. കോഴിക്കോട് എത്തിയേക്കും ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും നല്ല സ്നേഹം കാര്യങ്ങളും അങ്ങനെയായി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരം അല്ലെങ്കിൽ വീക്കെൻഡിൽ SM സ്ട്രീറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും, അവിടെ ആൾക്കാർ വരും. അപ്പോൾ ഞാൻ ഫോണിലായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചെസ് മൗണ്ട് ഇവിടെ വെച്ച് ഫോണിൽ ഷൂട്ട് ചെയ്തു. അവരോട് ചോദിച്ച് ഫോട്ടോ എടുക്കട്ടെ. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ആദ്യം സംസാരിക്കുന്നതൊന്നും അങ്ങനെ ഉണ്ടാവില്ല, BGM എന്തെങ്കിലും മ്യൂസിക് ഇട്ട് ലാസ്റ്റ് അങ്ങനെ ഇട്ട്. അപ്പോൾ ഒരു വീഡിയോ പെട്ടെന്ന് കോഴിക്കോട് ഉണ്ടാകുന്ന സമയത്ത് നല്ല റീച്ച് കിട്ടി. അറൗണ്ട് ഒരു 1 മില്യൻ്റെ അടുത്തെത്തി, 1 മില്യൺ ആയില്ല. അപ്പോൾ സംഭവം അത്രയും കാലം എനിക്ക് ആ സമയത്തല്ല 3000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ, 1000 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ ഓഫീസിൽ നിൽക്കുമ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് വെച്ച് 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷം എന്താ പറയുക, അത്രയും. ഞാൻ 2017-18 തൊട്ടിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ആ വ്ളോഗ് ഞാൻ അത് പറഞ്ഞുതരാം. 2018 എൻ്റെ ക്യാമറയല്ല, ഫോണല്ല, ഫ്രണ്ടിൻ്റെ ഫോണിൽ വീഡിയോ എടുക്കും നാട്ടിൽ തന്നെ. അതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യും, അവൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്ത് അവൻ്റെ വണ്ടിയിലാണ് നമ്മൾ വയനാട്, ഇവിടുന്ന് അത്ര ദൂരമുള്ളൂ വയനാടേക്ക്, അവിടെ നിന്ന് പോകും. അങ്ങനെ വീഡിയോ, ഹലോ ഗേൾസ് ഞാൻ ഇന്ന് ഇവിടെയാണ്, അങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അന്നേരം അപ്പോൾ 2018 തൊട്ടിട്ടുള്ള ഇതുണ്ട്, സ്ട്രഗിള് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് സക്സസ് ആയത്. അപ്പം എല്ലാവരും ഇപ്പം ചോദിക്കാറുണ്ട്, ബ്രോ പെട്ടെന്ന് ക്ലിക്കായല്ലോ, എന്താണ്, എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ്, സത്യം പറഞ്ഞാൽ ഓക്കെ, സത്യം പറഞ്ഞാൽ ആ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതാരും കണ്ടിട്ടില്ല. പെട്ടെന്ന് ഈ 2023 ലാസ്റ്റ് ക്ലിക്കായത്, ഫോളോസ് ചെയ്തത് മാത്രമേ കാണുന്നുള്ളൂ. 2018 തൊട്ടിട്ട് വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ആരും കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ക്ലിക്കായല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്ത് പിന്നെ ഇപ്പം കോഴിക്കോട് എത്തിയ സമയത്ത് അങ്ങനെ വീഡിയോസ് കിട്ടി, നല്ല രീതിയിൽ കയറി. പിന്നെ വീഡിയോസ് റീച്ച് ആകാൻ തുടങ്ങിയല്ലോ. അപ്പം ആ സമയത്ത് തന്നെ കുറേ ആൾക്കാർ വന്നു, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കയറി വന്നു. അപ്പം നമ്മളെന്താണ്, ഞാൻ ഇതുവരെ
ഞാൻ ആരെയും കണ്ടില്ല കേരളത്തിൽ. അപ്പം നമുക്ക് ഞാൻ ആദ്യം ചെയ്യുമ്പോൾ യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് റിവ്യൂ അറിയാം അങ്ങനെ. പിന്നെ നാട്ടിലെ സമൂഹത്തിനെ പറ്റി മറ്റേ നമ്മളെ സീക്രട്ട് ഏജൻറ്റ് പുള്ളിക്കാരനെ കണ്ടിട്ട് ഞാൻ കാറിൽ ഇരുന്നിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയല്ലോ, അങ്ങനെ വീഡിയോസ് ക്ലിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾക്കുള്ള ഈ ഫോണിൽ വെച്ച് നടക്കില്ല. കാരണം എൻ്റെ ഫോണിൽ നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട്, വീഡിയോസ് ക്ലാരിറ്റി ഇല്ല. അപ്പം ഞാൻ നേരെ ഒരു ഗോപ്രോ വാങ്ങിച്ചു. അത്യാവശ്യം വർക്കും കാര്യങ്ങളും കിട്ടി. ഞാൻ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഫീൽഡുമെല്ലാം അവിടെ വെക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഇതിനോടായി കൂടുതൽ ക്രേസ്. അപ്പം ഫോട്ടോ എടുക്കണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മെല്ലെ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തന്നെ നിന്ന് അങ്ങനെ എന്ന് വെച്ച് ഇത് വ്ളോഗിങ് കാര്യങ്ങളിൽ നിന്ന് തന്നെ ഒരു ഗോപ്രോ വാങ്ങിച്ച്. ഗോപ്രോ തന്നെ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു പുള്ളി പരിചയപ്പെട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുതന്ന് ഞാൻ പേയ്മെൻറ്റ് ഇവിടുന്ന് കൊടുത്ത്. അവിടെ ആകുമ്പോൾ GST കാര്യങ്ങളില്ലല്ലോ, നമുക്ക് അങ്ങനെ സെറ്റാക്കി തന്ന്. അപ്പം അങ്ങനെ വാങ്ങിച്ച് പിന്നെ മെയിനായിട്ട് ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് ഇടാൻ തുടങ്ങി. കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു 4 മാസം കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പം നല്ല രീതിയിൽ കയറി. നല്ല രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ഈ 5 കൊല്ലം എടുത്ത എഫേർട്ട് ഈ 4 കൊല്ലത്തിൻ്റെ റിസൾട്ടായി വന്നു. 4 കൊല്ലം കൊണ്ട് നല്ല രീതിയിൽ റീച്ചായി. ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല, ആരായാലും പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല ഇത്ര റീച്ച് ആവുന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ കയറി വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ 50K, ഇപ്പോൾ 100K ആയി. ആ സമയത്ത് നല്ല സന്തോഷം. പ്ലേ ബട്ടണും ഗോൾഡൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്ലേ ബട്ടൺ ഇതൊരു ആഗ്രഹിച്ചില്ല എന്നല്ല, കിട്ടുമെന്ന് പ്രതീക്ഷ. പക്ഷെ ഞാൻ പണ്ട് തൊട്ടിട്ട് ഞാനിങ്ങനെ പറയും, 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും പറയും അടുത്ത 1000 ആണ്, അടുത്ത 1,00,000 ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങണം എന്നുള്ള ഫ്രണ്ട്സിനോട് പറയും. അങ്ങനെ ഉള്ളൊരിത്. പിന്നെ നമ്മൾ 100K ആയി. പക്ഷേ യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടുന്നതിനേക്കാൾ മുന്നേ തന്നെ എല്ലാവരും എനിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടിയെന്ന്. സത്യം പറഞ്ഞാൽ വലിയ പേയ്മെൻ്റ് ഒന്നുമില്ല. പേയ്മെൻറ്റ് കിട്ടുന്നതിനേക്കാൾ മുന്നേ എനിക്ക് പ്ലേ ബട്ടൺ ഫസ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 100K ആയി. ആ സമയത്ത് പിന്നെ കൊച്ചിയിൽ പോയി. കൊച്ചിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ചെയ്ത് അവിടുന്ന് എനിക്ക് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വർക്കും കാര്യങ്ങളിലായിട്ട് നല്ല രീതിയിൽ ഡൗൺ ആയി. കാരണം നമുക്ക് ഒരു ടൈം കൊണ്ട് നമുക്ക് 100K വരെ എത്തിയല്ലോ. 100K എത്തിയില്ല ആ സമയത്ത്. ഇൻസ്റ്റാഗ്രാമിൽ എത്തിയില്ല. യൂട്യൂബിൽ പെട്ടെന്ന് കയറിപ്പോയി. ഇൻസ്റ്റാഗ്രാമിലൊരു 70 സംതിങ്ങിൽ അവിടെ സ്റ്റക്കായി, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് എല്ലാം ഇപ്പം വീട്ടിലേക്ക് വന്ന് കൊച്ചിയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇറങ്ങുന്ന മീൻസ് ഞാൻ അവിടുന്ന് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നതാണ്. 100K ആയിരുന്നു. പിന്നെ വീട്ടിലെത്തി. ഇപ്പം 152K, അതായത് 1,52,000 ഫോളോവേഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായി. അത് വളരെ പെട്ടെന്നായിരുന്നു. 1.5 മാസം കൊണ്ട്. അതായത് ഞാനൊരു 5 മാസം വീഡിയോസ് റെഗുലർലി ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്ര റീച്ച് ആയില്ല. ഇപ്പം ഞാൻ ഇത്രയും കൗണ്ട് വെച്ച് പറയാൻ കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത്. അല്ല ഇപ്പം കുറേ ആളെങ്കിൽ ബ്രോ എനിക്ക് റീച്ച് ആവുന്നില്ല, എന്താ ചെയ്യാം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരോട് പറയും, ബ്രോ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇത് നമുക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്, സ്ട്രീറ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രം. അതവിടെ കിട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 5 വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ആ എഡിറ്റിങ്ങിലേക്ക് ഒരു ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു 4 മാസം ഞാൻ എടുത്ത അതേ ടൈം പീരീഡാണ് അവരോടും പറഞ്ഞത്. ഒരു 4 മാസം നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റീച്ച് ആവും. ഇപ്പം 5 വീഡിയോ ഇട്ട് 10 വീഡിയോ ഇട്ട് റീച്ച് ആയില്ല, ഞാൻ എന്താ ചെയ്യുക ബ്രോ, നിങ്ങൾക്ക് റീച്ചില്ല, അവർക്ക് റീച്ചില്ല, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറയും അവർക്ക് റീച്ച് ഉണ്ടാവും. ഞാനാണെങ്കിൽ തന്നെ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടാണ് റീച്ച് ആയത്. ഇപ്പം 5 വീഡിയോ 10 വീഡിയോ ഇട്ട് റീച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണെങ്കിൽ അത് നിർത്തലേ ഉണ്ടാവും. ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പം ഞാൻ ഭയങ്കര സംഭവമായതിനെ കൊണ്ടല്ല പറയുന്നത്, നമ്മളെ ലൈഫിൽ മനസ്സിലാവില്ല. ഞാനൊരു സമയത്ത് തന്നെ വിചാരിച്ചു നമുക്ക് റീച്ചൊന്നും കിട്ടൂല, നിർത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കില്ല. ആസ് യൂഷ്വൽ ഞാൻ എന്താണോ എൻ്റെ ഫീൽഡ് അവിടെ വർക്ക് ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. രാവിലെ പോയി വൈകുന്നേരം വരെ. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഓഫീസായിരിക്കണം. അതിനോടെ എനിക്ക് അത്ര ഇതുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ആകുമ്പോൾ ഓക്കെ, നമുക്കിപ്പം ട്രാവൽ ചെയ്യാം, ഫുഡിൻ്റെ വീഡിയോ ചെയ്യാം, അത് ചിലപ്പോൾ പ്രൊമോഷനാണ്, ഫുഡ് ഫ്രീ ആയിട്ട് കഴിക്കാം.
ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഞാൻ ഇന്നൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ആർക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണാം, എനിക്കറിയില്ല ഈ വീഡിയോന് അത്ര വലിയ റീച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇത് പറയണമെന്ന് തോന്നി, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട്, ആയിക്കോട്ടെ. എങ്ങനെ എല്ലാവരും എടുക്കുമെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ ഈ വാണ്ടറിങ് സ്റ്റോറി എന്നുള്ള ഞാൻ, പലർക്കും പേരറിയില്ല, വിഷ്ണു എന്ന് ഞാൻ പറഞ്ഞേ, ഇവിടുത്തെ വരെ എത്തി. അതായത് ഇവിടുത്തെ വരെ എത്തി മീൻസ് വലിയ സംഭവമൊന്നും ആയില്ലെങ്കിലും എവിടേക്കെല്ലാം എത്തി, നാലാൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ. ഞാൻ പണ്ട് തൊട്ടേ ഇപ്പം ആ ഇതിലേക്ക് വരാം, പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്കാരെ തിരിച്ചറിയണം, വന്ന് ഫോട്ടോ എടുക്കണം, എന്താ പറയുക അങ്ങനെ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം നമുക്ക്, ഞാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം എന്നെ അറിയില്ല, ഇപ്പോൾ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്തെങ്കിലും കാരണം ഇതും കൊണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം 14 ജില്ലയിൽ എനിക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റണം. അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഹാപ്പി ആയിരിക്കും. പിന്നെ ആരുമില്ല, അറിയുന്ന ഫ്രണ്ട്സൊന്നും ഇല്ല, പോകാൻ ഇല്ല. ഇപ്പം എനിക്ക് ഒരു സ്റ്റോറി ഇട്ടാൽ ബ്രോ സ്റ്റോറി ഇടുക, തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് തരും. അതാണ് എൻ്റെ സമ്പാദ്യം, അല്ലാണ്ട് പൈസ അങ്ങനത്തെ അത് മാത്രമല്ല, അതിനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, അതെല്ലാം ഭയങ്കര ഇതാണ് ഈ ഒരു ഇതിലൂടെ വന്നത്. പിന്നെന്താണ്, പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഇതൊന്നുമല്ല. ഞാൻ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഒരു ചിത്രം സെറ്റാക്കണമെന്ന് വെച്ചാൽ, എല്ലാവരുടെ ഫേസുള്ള ഒരു ഫോട്ടോ സെറ്റാക്കണമെന്ന് വെച്ചാൽ, പക്ഷെ അതിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് സെറ്റാവില്ല. ആരെങ്കിലും വരച്ചു തരുന്ന ആൾക്കാരാണ്. കാരണം എൻ്റെ പഴയ വീഡിയോസിലെടുത്ത് കാണാം, എൻ്റെ ഫ്രണ്ട്സ്, നാട്ടിലെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഓരോരോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മാത്രമൊന്നുമല്ല ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത്, ഇത്ര ഫോളോവേഴ്സ് ആയതെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അഫ്കോഴ്സ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വെച്ചിട്ട് എനിക്കൊരു, അതായത് നടുക്ക് ഞാൻ പ്ലേ ബട്ടൺ പിടിച്ചിട്ട് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഇങ്ങനെ ചുറ്റും വെച്ചിട്ട് ഒരു ഫോട്ടോ സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ നല്ല പേയ്മെൻറ്റാന്ന് പറഞ്ഞ്. പിന്നെ എഡിറ്റിങ് എങ്ങനെയാണ് പഠിച്ചത്? എഡിറ്റിങ് നമ്മളെ ആവശ്യമായി പോയില്ലേ. ബാക്കിൽ എൻ്റെ ഒരു സിസ്റ്റം കണ്ട, ഡെസ്ക്ടോപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഫിലിമോരയിലാണ് എഡിറ്റ് ചെയ്തത്, ഇപ്പം ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബ്രോ ഇന്ന സ്ഥലത്ത് വരുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുക. കാരണം എനിക്ക് ഒരു ദിവസം ഒരു 10-20 മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കുണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളിലായിട്ട് അങ്ങനെയും വർക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കില്ല. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ്, ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ്. എനിക്ക് ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് മതി, ഞാൻ നാളെ കണ്ണൂരുണ്ടാവും, ഓക്കെ, ഇത്ര ആൾക്കാർ അറിഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തതിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എല്ലാം ഞാൻ സ്റ്റോറി ഇടും. ഓക്കെ, സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ആകുമ്പോൾ ശരി പറഞ്ഞാൽ ഫോളോവേഴ്സ് എന്നുള്ളത് ഒരു വലിയ ഫാമിലി, സ്റ്റോറി ആകുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ്, അത് സ്റ്റോറിയാണ്. അപ്പം ബ്രോഡ്കാസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്ലോസ് ഫ്രണ്ട്സ്, അത്രയും, അതായത് കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾ, ഫോട്ടോ എടുക്കണം എന്ന ആഗ്രഹമുള്ള ആൾ മാത്രമാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ ക്യാമറ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അത് കമൻറ്റ് ചെയ്യാം, ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ ഉപയോഗിക്കുന്ന Canon 200D Mark II ആണ്. അതിന് അറൗണ്ട് ഒരു 60,000 എത്രയാണ് വരുന്നത്. ഒരു 15mm ലെൻസ് ഉണ്ട്, ഒരു 10,000 ആ ഒരു എമൗണ്ടിന് അത് കിട്ടും. പിന്നെ ഈ ഫോട്ടോഗ്രാഫി പ്രൊഫഷൻ ഒന്ന് ഇഷ്ടപ്പെടാൻ കാരണം സത്യം പറഞ്ഞാൽ അറിയില്ല, ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഇതിങ്ങനെ പോയി. അതേപോലെ തന്നെ ഞാനല്ലേ വ്ളോഗിങ് ആണ് എനിക്ക് അതിലും താല്പര്യം. അപ്പം ഞാൻ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടാറില്ല, ഒന്നുമല്ല വീഡിയോ റീച്ചൊന്നുമില്ല. പിന്നെ അതിനു വേണ്ടി നമ്മൾ കൂടുതൽ, അപ്പോൾ നിങ്ങൾ പറയും നേരത്തെ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ റീച്ചിലായിട്ട് ഇട്ടിട്ടില്ലേ ആവാം. സത്യം പറഞ്ഞാൽ ആദ്യം ലോങ് വീഡിയോ ഒരു 10 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം എടുക്കുമെങ്കിൽ അതാണ് ചെയ്യൽ. ഇപ്പം അതിലും റീച്ച് നമുക്ക് ഷോർട്സിന് കിട്ടുന്നുണ്ട്. അപ്പം ആസ് യൂഷ്വൽ എല്ലാവരും ഷോർട്സിലേക്ക് മാറി. അപ്പോൾ ഞാൻ ഷോർട്സ് തന്നെ ചെയ്യാനായി, നമുക്ക് എന്തായാലും എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലോങ് വീഡിയോയിലേക്ക് ടൈം കളയണമെന്ന് വെച്ചിട്ട് ആണ് ചെയ്യാത്തത്. ഈ വീഡിയോ നമ്മൾക്ക് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, ഇതേപോലെ ഇടുന്നില്ല, നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഏകദേശം 10-20 മിനിറ്റായി, സൺഡേ അത്യാവശ്യം പോയി. ഇതൊക്കെയാണ് നിങ്ങളോട് പറയണമെന്നുണ്ടായത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേയെല്ലാം മറന്നുപോയി. എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്കൊരു പാഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെയ്യുക.
ഫെയില് എന്ന് പറയാം, നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സക്സസ് ആകാനുള്ള ഒരിത് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ വലിയ സംഭവം മോട്ടിവേഷണറൊന്നുമല്ല. വേറെ എന്താണ് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്സ്. അതേ പറയാനുള്ളൂ. ഈ വീഡിയോ ചിലപ്പം കാണും, ഞാൻ തന്നെ പിന്നെ കാണുമ്പോൾ എനിക്ക് ക്രിഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഊക്കാനും ചാൻസ് ഉണ്ട്. വേറെ എന്താ, ഞാൻ ഒന്നും കൂടി നോക്കട്ടെ വേറെ എന്തെങ്കിലും ഉണ്ടോ. അതേ ഉള്ളൂ. പിന്നെ വീട്ടിൽ മെയിൻലി വീട്ടുകാരെ സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഒഴിവാക്കാം. പണ്ട് ഞാനിങ്ങനെ ഫോട്ടോ വീഡിയോ വ്ളോഗ് എന്നെല്ലാം പറഞ്ഞ് നടക്കുമ്പോൾ വീട്ടുകാർക്കൊന്നും എന്താ പറയുക ഒന്നും അറിയില്ല, ഇതിനെ കൊണ്ട് കാര്യമുണ്ട് അല്ലെങ്കിൽ വെറുതെ ടൈം പാസിന്. അപ്പോൾ വീട്ടിൽ നിന്നാലും അമ്മ പറയും, നീ ഇത് നോക്കിയാൽ ഈ ഇതിൻ്റെ ഫീൽഡ് നോക്കിയാൽ അത് നോക്കി ഇതൊന്നും ഇതിനെ കൊണ്ട് പോയതിനെ കൊണ്ട് ഒരു കാര്യമില്ല, അങ്ങനെ എന്നാൽ കുറേ കാര്യങ്ങൾ പറയും. സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ അവർ കണ്ടറിയുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ അച്ഛനായ തന്നെ അറിയില്ല ഇവനെന്താടാ ചെയ്യുന്നെന്നുള്ളൊരു ഇതായിരിക്കും നിൽക്കുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർ, ഇപ്പം നാട്ടിലെ ആൾക്കാർ വിഷ്ണു ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അവർക്കൊരു ഇതുണ്ടാവും. അങ്ങനെ കണ്ടറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരാൾ നല്ല പറയുമ്പോൾ ഏതൊരു പേരൻസിനായാലും അത് പ്രൗഡ് മൂമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനേക്കാളും അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതൽ എനിക്ക് വ്ളോഗൊന്നും പ്രൊമോഷൻ ത്രൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, വീട്ടുകാർ ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏണിങ്സും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്താൽ മതിയല്ലോ. അത്യാവശ്യം റിസ്ക് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ഉറങ്ങുന്നത് ഇപ്പോൾ 1 മണിയായല്ലോ, ഞാൻ ഉറങ്ങുന്നത് 2 മണി 3 മണിക്കെല്ലാം ആണ്. നിങ്ങൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നിങ്ങൾ എന്നെ ചിലപ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള റീലിലായിരിക്കും കാണുന്നുണ്ടാവുക, ഷോർട്സിലായിരിക്കും കാണുന്നുണ്ടാവുക. ഈ 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള റീല് ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വേറെയും കുറേ വർക്കുണ്ട്. എല്ലാം വരുമ്പോഴേക്ക് ഏകദേശം 2 മണി 3 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാം. രാവിലെ ലേറ്റ് ആകും, കാരണം ഇത്രയും ഇതുള്ളതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനിയും എനിക്ക് ഡയറി ഉണ്ട്, ഡയറിയിൽ ഞാനൊരു ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ചെയ്യാനുള്ള വർക്ക്. ഇഷ്ടം പോലെ പെൻഡിങ് വർക്ക് ഉണ്ട്. ഇതെല്ലാം എപ്പം ചെയ്ത് തീരുമെന്ന് തന്നെയാണ് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതെല്ലാം സിമ്പിൾ പരിപാടി, 1 മിനിറ്റുള്ള റീലെടുക്കുക, ഇടുക, അങ്ങനെയല്ല. നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയതും. ഇനി അങ്ങോട്ട് എനിക്കറിയില്ല, കാരണം എൻ്റെ കാര്യമാണ്. ഞാൻ പലതിനും ഇങ്ങനെ മാറി പോകാറുണ്ട്. പക്ഷെ ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ നോക്കാറ്, അതായത് ഇപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ നമുക്ക് പ്രഷർ വരും, അത് ചെയ്തേ പറ്റുമോ, ടാർഗറ്റ് ഉണ്ടാവും, അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇതിൽ പ്രഷർ ഇല്ല, ടാർഗറ്റ് ഇല്ല എന്നല്ല, അത് നിന്ന് എഡിറ്റ് ചെയ്ത് ഇടേണ്ട വീഡിയോ ആണ് ഇന്ന് തന്നെ ചെയ്യണം. പക്ഷേ ഞാൻ എൻ്റെ ടൈമിൽ, എൻ്റെ ഫ്രീ ടൈമിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് 5 ദിവസം എഡിറ്റ് ചെയ്ത് തീർത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ടൈമിൽ എനിക്ക് ഇടുക, പേയ്മെൻറ്റ് കിട്ടുക, അത് ഭയങ്കര സാറ്റിസ്ഫൈഡ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, ചിലർക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്നുണ്ട്. അത് സന്തോഷം. അതേപോലെ തന്നെ അങ്ങനെയെല്ലാം. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ്. എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് അറിയില്ല. അതേ ഉള്ളൂ, എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം എല്ലാവരും ഇതുവരെ എത്രത്തോളം ആൾക്കാർ വീഡിയോ കണ്ടെന്നറിയില്ല. ഫുള്ള് കണ്ട ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ഇടുക, ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് ഷോർട്ടാക്കിയിട്ട്, അധികം ലെങ്ത് ആക്കുന്നില്ല, ഷോർട്ടാക്കിയിട്ട് ഞാൻ ഇനി ഇടാം. ഓക്കെ, ബൈ. നിങ്ങളുടെ സ്വന്തം വാണ്ടറിങ് സ്റ്റോറി വിഷ്ണുവാണ്. ബൈ.